കൃഷി ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ എപ്സം സോൾട്ട് അഥവാ മാഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ചെടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോഷണക്കുറവിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഇല മഞ്ഞളിപ്പ്, ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ, പിന്നെ ചെടി മുഴുവനും ഒരുമാതിരി ആ ഒരു കളറിലേക്ക് വരുന്നു, മുരടിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ലേ. പക്ഷേ കീടങ്ങളൊന്നും കാണാനുമില്ല. ഈ ഒരു അവസരത്തിൽ നമ്മൾ ശരിയായ വളപ്രയോഗം നടത്തിയില്ലെങ്കിൽ ഇലകളിലെ ഹരിതകം പൂർണ്ണമായിട്ടും നഷ്ടമാകുകയും വേരുകളുടെ വളർച്ച മുരടിച്ച് ചെടി തന്നെ വളരാതിരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാഗ്നീഷ്യം, പൊട്ടാസ്യം, നൈട്രജൻ ഇവയുടെ കുറവായിട്ട് വേണം കരുതാനായിട്ട്. തക്കാളി ചെടിയിലൊക്കെ ഇതേപോലെ ഇലകളിലെ പ്രശ്നം നമ്മൾ കാണാറുള്ളതാണല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു വളപ്രയോഗങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് എപ്സം സോൾട്ട് കൂടി നൽകി കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും ചെടി പൂർവാധികം ശക്തിയോടെ വളരുകയും ചെയ്യും. ഇതിന് പകരമായിട്ട് നമുക്ക് ഡോളോമേറ്റ് ഇട്ട് കൊടുത്ത ശേഷം 3 ദിവസം കഴിഞ്ഞ് ജീവാമൃതമോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് വളമായിട്ട് നൽകാവുന്നതാണ്. നമ്മൾ പൂച്ചെടികൾക്ക് നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ മുരടിപ്പില്ലാത്ത പൂക്കൾ ഉണ്ടാകാനായിട്ടും എപ്സം സോൾട്ട് ഉപയോഗിക്കാറുണ്ട്. ചില സമയങ്ങളിൽ റോസ ചെടിയുടെ ഇല മഞ്ഞളിച്ച് നിൽക്കുക, മുരടിച്ച് ഇല ചുരുണ്ട് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ റോസ ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടാനായിട്ട് നമുക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാം. പലരും പറയുന്ന ഒരു പരാതിയാണ് ബൊഗൈൻവില്ല പൂക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു മാജിക് ഫെർട്ടിലൈസർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വലുതാകാനായിട്ട് മടിച്ചു നിൽക്കുന്ന ചില പഴവർഗ്ഗ ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒക്കെ നമുക്ക് എപ്സം സോൾട്ട് നൽകാവുന്നതാണ്. ചെടി ആരോഗ്യത്തോടെ വളരുകയാണെങ്കിൽ തണ്ടുതുരപ്പൻ പുഴുക്കളുടെയും ചെറിയ കീടങ്ങളുടെയും ഒക്കെ ആക്രമണം നമ്മുടെ ചെടിയെ ഏശാതെ പോവുകയാണ് പതിവ്. തക്കാളി, വഴുതന, പച്ചമുളക് ഇതിലൊക്കെ കാണുന്ന ഇല കുരുടിപ്പ്, മഞ്ഞളിപ്പ് ഇതൊക്കെ മാറുന്നതിനായിട്ട് നമുക്ക് എപ്സം സോൾട്ട് വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ 1 ലിറ്ററിന് 1 ടീസ്പൂൺ എന്നുള്ള കണക്കിലാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കലക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര പോലെ ഇരിക്കുന്ന സാധനമാണിത്. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിരുമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എടുക്കാവുന്ന സ്ഥലത്തും അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് വെക്കരുത്. അത് കീടനാശിനിയും അതും ഇതൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ നമ്മളിപ്പോൾ ജൈവ കീടനാശിനി ആയാലും എന്തായാലും വെക്കുന്ന കൂട്ടത്തിൽ മാറ്റി വെച്ചേക്കാം. വലിയവർ മാത്രം എടുക്കുന്നത്. അത് കണ്ടാൽ പഞ്ചസാരയാണെന്ന് സംശയം തോന്നാം നമ്മൾ ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇനി ഇത് കലക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൽ കൂടെ അലിഞ്ഞോളേ, പെട്ടെന്ന് അലിഞ്ഞു. നമുക്കത് ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കടക്കി വെച്ച് കൊടുക്കാനാണ്. മഗ്നീഷ്യം സൾഫേറ്റ് എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മൾ ചെടികൾക്ക് നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. അതും നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും പോഷകക്കുറവ്, മഞ്ഞളിപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് നമ്മളിത് ശരിക്കും നൽകേണ്ടത്. നമ്മൾ വീടിനുള്ളിലൊക്കെ വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അതിൻ്റെയൊക്കെ നിറമൊന്ന് കുറഞ്ഞ് മഞ്ഞളിച്ചൊക്കെ വരാറുണ്ട്. ആ ഒരു അവസരത്തിലൊക്കെ നമ്മൾ 2 ഗ്രാം എപ്സം സോൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറിയ ചെടികൾക്കാണെങ്കിലും ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ പച്ചമുളക്, വഴുതന ഇതൊക്കെ നമ്മൾ പറിച്ച് നടുന്ന അവസരത്തിലും എപ്സം സോൾട്ട് ലായനിയിൽ 2-3 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ചെടികൾ കരുത്തോടെ ആരോഗ്യത്തോടെ വളരുന്നതാണ്. തെങ്ങിനുമൊക്കെ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അത് തെങ്ങിന് സാധാരണ വളം ചെയ്യുന്നത് പോലെ ആ ഒരു സമയത്താണ് ഇത് ചെയ്യുന്നത്. 250 ഗ്രാം വീതം 2 പ്രാവശ്യമാണ് തെങ്ങിന് നൽകേണ്ടത്. വാഴയ്ക്ക് 50 ഗ്രാമുമാണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചീര പോലുള്ള ചെടികൾക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൂവിട്ട് പോകും. നമുക്കിപ്പോൾ തന്നെ ചീര പെട്ടെന്ന് പൂവിട്ട് പോയെന്ന് പലരും പരാതി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്സം സോൾട്ട് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ വളക്കടകളിലും തന്നെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള വളക്കടയിൽ ഇതൊന്ന് അന്വേഷിച്ച് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. എപ്സം സോൾട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട്, തടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് pH നോക്കിയിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനെന്നാണ്. അപ്പോൾ നമ്മൾ മിതമായ അളവിൽ മാത്രം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൃഷിലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.